യു പിയിലെ ചില ഹിന്ദുമത വിശ്വാസികളായ കടക്കാർ വളരെ സവിശേഷമായ ഒരു ബോർഡ് തൂക്കി. ബോർഡ് തൂക്കലിൻ്റെ പശ്ചാത്തലം നിങ്ങൾക്കറിയാം. നമ്മുടെ നാട്ടിലൊക്കെ കടയ്ക്ക് പേരുണ്ടാവാറുണ്ട്. പക്ഷേ അതിപ്പോൾ ചായക്കട, ഹോട്ടൽ അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന പേരുകളാണ്. അതുമല്ലെങ്കിൽ ആ പേരുകളിൽ ധ്വനിപ്പിക്കുന്ന എന്തെങ്കിലും അവരുടെ വിശ്വാസപരമായോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട പേരുകളോ ഒക്കെ ഉണ്ടാവാം. പക്ഷേ യു പിയിലെ കാവടി യാത്രയ്ക്ക് അതല്ല വേണ്ടത്. ആ കട നടത്തുന്ന ആളിൻ്റെ പേര് സഹിതമുള്ള ബോർഡ് തൂക്കേണ്ടതുണ്ട്. എന്ന് പറഞ്ഞാൽ അന്ത്രമാൻ ചായക്കട, അലിയാരി കുഞ്ഞു പഴക്കട എന്നൊക്കെ പറഞ്ഞ് തൂക്കേണ്ടതുണ്ട്. ആര് ചോദിക്കാൻ, ആര് പറയാൻ? എല്ലാം കണ്ട് സുപ്രീം കോടതി അവിടെ ഇരിപ്പുണ്ട്. വ്യാജ ഏറ്റുമുട്ടൽ കേസുമായി ബന്ധപ്പെട്ട കൊലകളോ ഒക്കെ നടന്നാൽ സുപ്രീം കോടതി കിടുങ്ങും, നേരിട്ട് കേസെടുക്കും. അതുപോലെ ഹൈക്കോടതികൾ കേസെടുക്കും. എന്താണ് ഈ രാജ്യത്ത് നടക്കുന്നതെന്ന് ഒക്കെ ചോദിക്കും. സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമൊക്കെ അങ്ങനെ ഒരു സവിശേഷമായ അധികാരമുണ്ട്, സ്വയം കേസെടുക്കാനുള്ള അധികാരം. എന്നാൽ ഇതൊക്കെ കണ്ടിട്ടും നമ്മുടെ സുപ്രീം കോടതിയൊക്കെ നോക്കിയിരിക്കുകയും ഇടയ്ക്കൊക്കെ ജഡ്ജിമാർ ഏതെങ്കിലും സെമിനാറുകളിലുമൊക്കെ ഇങ്ങനെ ചില സങ്കടങ്ങൾ പറയുകയും രാജ്യം അങ്ങോട്ട് പോകുന്നു, നിയമവ്യവസ്ഥ കണ്ണടച്ചാൽ രാജ്യത്തെ തുല്യനീതി കിടന്നുറങ്ങും എന്നൊക്കെ പറയുന്നതല്ലാതെ ഇതൊക്കെ എവിടെ എങ്ങനെയെന്ന് ചോദിച്ചാൽ നോ ആൻസർ, നത്തിങ്. ഏതായാലും ഇപ്പോൾ അവിടെ ഇങ്ങനെ ബോർഡ് തൂക്കാൻ പറഞ്ഞപ്പോൾ അവിടുത്തെ ഹിന്ദുമത വിശ്വാസികളായ ചില വ്യാപാരികൾ മൊഹബത്ത് കി ദുഖാൻ, നോ ഹിന്ദു മുസൽമാൻ, രാഹുൽ ഗാന്ധിയുടെ ചിത്രമുള്ള പോസ്റ്റർ പതിപ്പിച്ചു. ഇത് സ്നേഹത്തിൻ്റെ കടയാണ്, ഇവിടെ ഹിന്ദുവും മുസൽമാനുമില്ല എന്ന് പറഞ്ഞാണ് രാഹുൽ ഗാന്ധിയുടെ ബോർഡ് തൂക്കിയത്. അങ്ങനെ തൂക്കാൻ എന്തായാലും യു പിയിലെ മുസ്ലിം വ്യാപാരിക്കൊരു ധൈര്യം വരില്ല. കാരണം അവൻ്റെ കടയും തകർക്കും, അവൻ്റെ വീട്ടിൽ ബുൾഡോസർ കയറും, അവനെ അടിച്ച് നിരപ്പാക്കി ഇല്ലാതാക്കും. എന്നാൽ ഇത് ചിലപ്പോൾ ഒരുപക്ഷെ എസ് പിയുടെയോ കോൺഗ്രസിൻ്റെയോ പ്രബലരായ ഏതെങ്കിലും സമുദായത്തിൽപ്പെട്ട ധൈര്യശാലികളായ ആരോ ചെയ്തതാകണം. ഏതായാലും അവിടെയും ഒരു ഉത്തരമായി, ഒരു ശബ്ദമായി, ഒരു പേരായി രാഹുൽ എത്തി എന്നുള്ളതാണ്. അതെ, ഇന്ത്യ മാറുകയാണ്. ഇന്ത്യയിലെ ജനങ്ങൾക്ക് വിശ്വാസത്തിലധിഷ്ഠിതമായ മറ്റൊരു പേര് കൂടി കിട്ടിയിരിക്കുന്നു. പലരും പറയാറുണ്ട്, പലർക്കും മോഡിയോട് വിയോജിപ്പുണ്ടെങ്കിലും പകരമാര് എന്നതാണ് ഏറ്റവും പ്രധാന വിഷയമെന്ന്. പകരം ഇപ്പോൾ ഇങ്ങനെ ഒരാളുണ്ടെന്ന് സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾ പോലും വിശ്വസിച്ചു തുടങ്ങിയിരിക്കുന്നു. വിശ്വാസം അതല്ലേ എല്ലാം.